അക്കാലത്തെ പാപിനിയായ മഗ്ദലന മേരി, കാമാഗ്രമായ മനസ്സുമായി വരുന്ന പല പുരുഷന്മാർക്ക് സ്വന്തം മാംസം വീട്ടി ജീവിച്ചിരുന്ന പട്ടണത്തിലെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. അവളിപ്പോൾ നിൽക്കുന്നത് ജീസസിന്റെ മുന്നിലാണ്. ഒരു വശത്ത് ഒരു വൻ ജനക്കൂട്ടം കല്ലുകളുമായി നിൽക്കുന്നു. അതിൽ അവളോടൊപ്പം തുല്യപാപം ചെയ്തവരുമുണ്ട്. മറുവശത്ത് സമൂഹത്തിൽ ഒറ്റപ്പെട്ടുപോയ ജീവനും ജീവിതവും അവസാനിക്കാൻ പോകുന്ന മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന മഗ്ദലന മേരി. മോശയുടെ ന്യായപ്രമാണപ്രകാരം അവളെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതുണ്ട്. ഗുരുവേ, അങ്ങയുടെ അഭിപ്രായം എന്താണ്? യേശുവിനോട് അവർ ചോദിക്കുന്നു. ഒരിക്കൽ അവളുടെ ശരീരത്തിന് വില പറഞ്ഞ് അവൾ പകർന്ന സന്തോഷം അനുഭവിച്ച കുറെ രാക്ഷസ കൂട്ടർ. അവരോട് യേശു പറയുന്നു, യെസ്, കല്ലെറിയൂ. മോശയുടെ ന്യായപ്രമാണപ്രകാരം തന്നെ അവളെ കല്ലെറിയൂ. പക്ഷേ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയൂ. അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയ ആൾക്കൂട്ടം. അവർ കാത്തിരിക്കുകയാണ് കല്ലുകളുമായി. അവർ ആരെയാണ് കാത്തിരിക്കുന്നത്? ഒന്നാമതാരെങ്കിലും കല്ലെറിയാനാണ് അവർ കാത്തിരിക്കുന്നത്. എന്നിട്ട് വേണം അവർക്ക് രണ്ടാമതായി മൂന്നാമതായും ഒക്കെ കല്ലെറിയാൻ. ഏറെ കാത്തിരുന്നിട്ട് ഒടുവിൽ എല്ലാവരും പോയെങ്കിലും യേശുവിന്റെ മുന്നിൽ നിന്ന് മേരി പോയില്ല. അവിടെ തന്നെ നിന്നു. എന്തിനെ? Why? This is the most relevant and important question. Why she stood there? Yes, ഒന്നാമത് കല്ലെറിയാൻ എന്തുകൊണ്ടും എല്ലാ യോഗ്യതയുമുള്ള ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ അവിടെ ഉണ്ട്. The one and only Jesus Christ. She understood it very well. യേശു ചോദിക്കുന്നു അവളോട്, ആരും നിന്നെ കല്ലെറിഞ്ഞില്ല അല്ലേ? ശരി, ഞാനും നിന്നെ കല്ലെറിയുന്നില്ല. പോകൂ, ഇനി പാപം ചെയ്യരുത്. ജീവനും ജീവിതവും തിരിച്ചു കിട്ടിയ ആ പെണ്ണിന് ഇതൊരു രണ്ടാം ജന്മമാണ്. പശ്ചാത്താപം, മാനസാന്തരം, പുതിയ തീരുമാനങ്ങൾ, പുതിയ ജീവിതം, പുതിയ സാക്ഷ്യം. നാം ചെയ്തു പോയ തെറ്റുകൾ ക്രൈമെന്നോ സിന്നെന്നോ മിസ്റ്റേക്കെന്നോ എന്തുവെന്നോ പേരിട്ട് വിളിച്ചാലും നാം ചെയ്തു പോയ തെറ്റുകൾ ജാതിയോ മതമോ സഭയോ സാമ്പത്തികമോ ഒന്നും തന്നെ നോക്കാതെ പരിഗണിക്കാതെ ക്ഷമിച്ചു തരുന്ന അതുല്യമായ സ്നേഹം. ആ സ്നേഹത്തെയാണ് നാം ഇവിടെ കാണുന്നത്. തെറ്റാത് ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും യേശുവിന്റെ മുന്നിൽ പാപമോചനത്തിന് തടസ്സമില്ല. പൊറുപ്പുണ്ട്, എക്സ്ക്യൂസ് ഉണ്ട്. പക്ഷേ രണ്ട് കണ്ടീഷൻ. ഇനി പാപം ചെയ്യില്ല എന്ന ഒരു ഉറച്ച തീരുമാനം അഥവാ ഒരു ഹാർഡ് അഷുറൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കണ്ണുകളിൽ ആത്മാർത്ഥതയുള്ള കണ്ണുനീർത്തുള്ളികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും പാപം നിമിത്തമുള്ള ശാപങ്ങളും കഷ്ടങ്ങളും ഒക്കെ തന്നെ തരണം ചെയ്യാൻ സ്നേഹത്തിന് കഴിയും. യേശുവിന്റെ അദൃശ്യമായ അലൗകികമായ സ്നേഹത്തിന് കഴിയും.